ജാസ്മിൻ ഭായി എനിക്ക് കുറച്ച് അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് തോന്നുന്നത്. നല്ല കാര്യം പറയാലോ. പുള്ളിയുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കേട്ടുന്നുണ്ടെങ്കിലും ചിലവരങ്ങനെയാണ്. ഒരുപാട് ഡൗൺ ടു എർത്തായിട്ട് പീക്കിലൂടെ കാര്യങ്ങൾ അനുഭവിച്ച് വരുന്ന ആളുകൾ ചിലപ്പോൾ എക്സ്ട്രീം അഹങ്കാരികളാവും, അല്ലെങ്കിൽ എക്സ്ട്രീം ഡൗൺ ടു എർത്താവും. നമ്മുടെ മോർണിംഗ് ടാസ്കിൽ ജിൻഡോ നല്ല രീതിയിൽ റെസ്മിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തതും ഇതിന് മുമ്പത്തെ ഒരു കണ്ടസ്റ്റന്റ് വിക്റ്റ് ആവാനുള്ള റീസണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളത്തെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, ഇത്തവണ ലാലേട്ടൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എയറിലാവാൻ പോകുന്നത് ഒന്ന് റസ്മിൻ ബായി ആയിരിക്കും. അപ്പോൾ ശ്രീരേഖയോട് പറയുന്നുണ്ട് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാനില്ല, എന്നാൽ നെഗറ്റീവ് ആക്കാൻ നോക്കുകയായിരിക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ പ്രൊവോക്കിംഗ് ഗെയിമാണ്. കഴിഞ്ഞ സീസണിലും ഒരാളിങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ട് നന്നായിട്ട് നടന്നായിരുന്നു. കാരണം പുറത്ത് കുറേ അന്തം ഫാൻസിലെടുത്തോളം കാലം നെഗറ്റീവ് ആക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പം പക്ഷെ ഇതിൽ ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുക, വേസ്റ്റ് എടുത്ത് പുറത്തേക്ക് കളയുക, ഒരുമാതിരി വർത്താനാണ് ആളുടെ. അപ്പോൾ ഇന്നിപ്പോൾ ശ്രീരേഖയോട് പറയണ്ടായിരുന്നു, ഇല്ല പുറത്തുള്ള ആൾക്കാർ എന്നെ മനസ്സിലാക്കിക്കോളും, അല്ലെങ്കിൽ ഈ വിറ്റായ കണ്ടസ്റ്റന്റിന് മനസ്സിലാവും, ഇല്ലെങ്കിൽ ഞാൻ ചെരുപ്പൂരി അടിച്ചേനെ എന്നുള്ളത്. റസ്മിൻ ഭായി കുറേ ചെരുപ്പൂരി അടിക്കും ജിൻഡോനെ. അതൊക്കെ ഓവർ കോൺഫിഡൻസ് ആണ്. എന്ത് തന്നെ ആണെങ്കിലും ഇത് അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ വേഷം കെട്ട് കാണിക്കുന്ന മൂന്നാൾക്കാരാണ് നമ്മുടെ ഗബ്രി, ജാസ്മിൻ ആൻഡ് ദ അതർ വൺ ഈസ് റസ്മിൻ ഭായി. ഇതിനു മുമ്പ് റോക്കി ഉണ്ടായിരുന്നു, റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി. റോക്കി ഇപ്പോൾ വീട്ടിലിരുന്ന് ബിഗ് ബോസ് കാണുന്നുണ്ടാവും, എന്തെങ്കിലും ചെയ്യട്ടെ വാട്ടെവർ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ചെരുപ്പൂരി അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ജിൻഡോന്റെ ആ ഒരു എയർ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടുപേരും ഉള്ളിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ റസ്മിൻ ഭായി ഉള്ളിൽ വെച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് കുത്തുന്നു. ഇനി വരുന്ന നിമിഷങ്ങളിൽ ഇവർ തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു ശ്രീരേഖ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അത്രയൊക്കെ പറയണമെന്നുള്ളത്. പക്ഷെ ആള് ഭയങ്കര എക്സ്ട്രീംലി ടെമ്പർ ആയതുകൊണ്ടാണ് ആ പദപ്രയോഗം വന്നേക്കണേ. അപ്പൊ മിക്കവാറും ലാലേട്ടൻ വന്നിട്ട് ചെരുപ്പൂരി അടിക്കുന്നോ അങ്ങനെ എന്തോ ഒരാൾ പറഞ്ഞിരുന്നല്ലോ. എന്താണ് റസ്മിൻ ഭായി പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെ എന്തായാലും ഇത്തവണ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പിന്നെ അടി തന്നെ അടി ഫുൾ ടൈം. അതിനകത്തൊരു മനസ്സമാധാനം അല്ലെങ്കിൽ മനസ്സിന് ഇത്തിരി ഇത് കിട്ടുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ മൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫുൾ ടൈം ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് അടിയാണ്. സീസൺ 6 നല്ല രീതിയിൽ തന്നെ മാറ്റി പിടിച്ചിട്ടുണ്ട് ഇത്തവണ.